സ്ത്രീകൾക്ക് ശാരീരികമായ കരുത്ത് വളരെ പ്രധാനമാണ്. ചില കപ്പിൾസിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തെറ്റിയതാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടുപേർക്കും ഡ്രൈവിംഗ് അറിയാം എന്ന് കരുതുക. അവർ ഒരു ലോങ് ഡ്രൈവിന് പോകുന്നു. ഒരു 14 മണിക്കൂർ ഡ്രൈവ്. അവൻ 12 മണിക്കൂർ ഡ്രൈവ് ചെയ്യും. അവൾ വെറും 2 മണിക്കൂർ മാത്രം. കാരണം അവൾക്ക് ശരിക്കും തളർച്ച അനുഭവപ്പെടുന്നു. വെറും 2 മണിക്കൂർ ഡ്രൈവിംഗ് മതി അവളെ തളർത്താൻ. അവിടെ ശാരീരിക സ്റ്റാമിന കാണുന്നില്ല. പ്രകൃതി സ്ത്രീയെ ഇങ്ങനെ നിർമ്മിച്ചിട്ടില്ല. നമ്മുടെ സൊസൈറ്റിയാണ് ഇങ്ങനെ മാറ്റിയത്. സ്റ്റാമിനയിലെ ഈ വ്യത്യാസം വാസ്തവത്തിൽ ഇത്ര വലുതല്ല. നിസ്സഹായ അവസ്ഥയുടെ ഈ തോന്നലുകളിൽ പലതും ശാരീരിക കാരണങ്ങളിൽ നിന്നാണ് വരുന്നത്. സ്വന്തം ലഗേജ് പോലും ശരിയായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. പുരുഷനാണെല്ലാം ചുമക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടായാൽ അവൾക്ക് എന്ത് തരത്തിലുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ടാകും? ഞാൻ വലിയ ചെക്ക് ഇൻ ലഗേജിനെക്കുറിച്ചല്ല പറയുന്നത്. കയ്യിൽ കരുതേണ്ട വെറും 7 അല്ലെങ്കിൽ 10 കിലോ ഭാരമുള്ള ക്യാബിൻ ബാഗുകൾ. അതും പുരുഷൻ തന്നെ ചുമക്കുന്നു. അവൾ വെറുതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവൾ പറയും, ചെക്ക് ഇൻ മുതൽ വിമാനം വരെ വലിയ ദൂരമില്ലേ, അതുകൊണ്ട് അവനത് ചെയ്യണം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നതിന്റെ ഒരു കാരണം ഇതുമാണ്. ഇത്രയും അടിസ്ഥാന കാര്യങ്ങൾ പോലും തനിയെ ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നത് കാരണം ശാരീരിക കരുത്ത് കുറവാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത്തരം അടിസ്ഥാന കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് കാർ ഡ്രൈവ് പോലുള്ള കാര്യങ്ങളിൽ പുരുഷനും സ്ത്രീയും പ്രായോഗികമായി തുല്യരാണ്. 7 കിലോ ഭാരം ചുമക്കുന്നതിലും പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ്. അതുകൊണ്ട് ശാരീരികമായി കരുത്തരായിരിക്കുക. 60 70 വയസ്സായാലും പ്രശ്നമില്ല. ഒരിക്കലും മറ്റൊരാളെ ആശ്രയിക്കരുത്. എനിക്കിപ്പോൾ 80 വയസ്സായി, ഇനി എന്നെ ആരെങ്കിലും നോക്കണമെന്ന് പറയരുത്. എന്നെ ആര് നോക്കും? എന്തിനാണ് മറ്റൊരാൾ നിങ്ങളെ നോക്കേണ്ടത്?